തിരുവനന്തപുരം സ്വദേശി വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ ഭർത്താവ് മുതീഷിന്റെ ഇനി പോകുന്നില്ല. എന്തോ പോകാൻ തോന്നുന്നില്ല. പൊന്നു മോളെ, ലോകത്ത് പലതും നടക്കും, അങ്ങനെ പല വാർത്തയും കേൾക്കും. അതെല്ലാം നമ്മളെ ജീവിതമായിട്ട് എടുത്തു വെച്ചിട്ട് നീ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആർക്ക് പോയി? നമ്മളെ കുടുംബത്തിന് പോയി. അവൻ കള്ളുടിക്കുന്നില്ല, അവന് വേറെ പെണ്ണില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോണം. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളാണ്. അപ്പൊ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ ക്ഷമിക്കണം. ഒരുപക്ഷെ ഈ മോളും പ്രതികരിച്ച രീതിയെ ചെറുതായിട്ടൊന്നും മാറിയിരുന്നെങ്കിലേ. മലയാളി യുവതിയെയും മകളെയും തൂങ്ങി മരിച്ച നിലയിൽ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇനി പോകുന്നില്ല ദുബായിലേക്ക്. വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയ എത്ര ചാൻസ് കൊടുത്തു മോള്? 3 ചാൻസായി. ഇനി അവന് ചാൻസ് ഇല്ല. ഇനി ചാൻസ് കൊടുക്കേണ്ടത് അവന്റെ പാരന്റ്സിനാണ്. 4ാമത്തെ സ്റ്റെപ്പ് അവർ വരട്ടെ. മോളിനി പോവില്ല. ഇനി എനിക്ക് പറയാനുള്ളതേ മോളോടല്ല, എനിക്ക് പറയാനുള്ളത് ഉപ്പനോടല്ല. നമുക്ക് പറയാനുള്ളത് മോളോടാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ മക്കള് വന്ന് നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പാരന്റ്സ് കാതുകൊണ്ട് മാത്രമേ കേൾക്കാറുള്ളൂ, ഹൃദയം കൊണ്ടൊന്നും കേൾക്കാറില്ല. കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന അച്ഛന്മാരോടാണ്, ഉപ്പമാരോടാണ് പറയാനുള്ളത്. നമ്മുടെ മക്കൾക്ക് ഒരുപാട് പറയാനുണ്ട്, അവർ ഹൃദയം കൊണ്ട് കേൾക്കാൻ പറ്റും. കല്യാണം കുടുംബ ബന്ധങ്ങൾ ചേരുന്നതാണ്. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കുടുംബവും ആക്സെപ്റ്റ് ചെയ്യാനുള്ള മാതാപിതാക്കളും തുറന്നു പറയാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അങ്ങനെ ആളുകൾ എന്തൊക്കെ വിചാരിക്കുമെന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടി എന്ത് വിചാരിക്കുമെന്ന് പലപ്പോഴും നമ്മൾ ഉപ്പമാര് അച്ഛന്മാരൊന്നും വിചാരിക്കാറില്ല. നമ്മുടെ കുട്ടികളും പലതും വിചാരിക്കുന്നുണ്ട്. വെറും പൈസ കൊടുത്തിട്ട് കൊടുക്കേണ്ട കടബാധ്യതയല്ല നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പെൺമക്കൾ എന്ന് പറയുന്നത്. അത്രയും പ്യൂരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ വളർത്തി വലുതാക്കിയിട്ട് കൈ ഏൽപ്പിക്കുന്ന സമയത്ത് പണം മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഹൃദയം, അദ്ദേഹത്തിന്റെ മനസ്സ്, അദ്ദേഹം എങ്ങനെയാ, അദ്ദേഹത്തിന്റെ കുടുംബം, ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ മക്കള് പ്രശ്നങ്ങളുമായിട്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് അത് കേൾക്കാനുള്ള ഒരു മനസ്സ്, ഒരു അച്ഛൻ എന്ന നിലയ്ക്ക്, ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഒരു ഉപ്പ